നമസ്കാരം. ദ വ്യൂവിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളത്തിന് ഒരു മുഖവുരയും ഒരു ആമുഖവും ആവശ്യമില്ലാത്ത ഒരു നേതാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ UDF സ്ഥാനാർത്ഥിയാകും എന്നുറപ്പായ ശ്രീ സെൽവരാജ്. അദ്ദേഹം നമ്മളോട് മനസ്സ് തുറക്കുന്നു. എന്താണ് അദ്ദേഹത്തെ പെട്ടെന്നുള്ള രാജിയിലേക്ക് നയിച്ചത്? അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പുതിയ മാർഗ്ഗങ്ങൾ എന്താണ്, വഴികൾ എന്താണ്, കോൺഗ്രസുമായി ചേർന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്താണ്? ഇതാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് പങ്കുവയ്ക്കുന്നത്. വ്യൂവിലേക്ക് നമസ്കാരം. പെട്ടെന്നുണ്ടായ ഒരു രാജി, പ്രത്യേകിച്ചും CPM പോലുള്ള ഒരു കേഡർ സംഘടനയിൽ പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പെട്ടെന്ന് MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കുക എന്നുള്ളത് താങ്കൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനിടയാക്കിയ വിഭാഗീയതയും CPM ജില്ലാ നേതൃത്വത്തിനകത്തുള്ള പ്രശ്നങ്ങളും. എന്നാലും ഈ പെട്ടെന്നുള്ള രാജി, മറ്റാരും അറിയാതെ ഉണ്ടായ ഒരു രാജി, ഒരു രണ്ടോ മൂന്നോ വാചകങ്ങളിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ ഈ അവസരത്തിൽ അതിനെക്കുറിച്ച്? പെട്ടെന്ന് എന്നെ ഈ രാജിയിലേക്ക് നയിച്ചത് ഈ പാർട്ടിയുടെ ജീർണത ബാധിച്ച പാർട്ടിയുടെ നേതൃത്വം, ആ നേതൃത്വത്തിൽ പ്രത്യേകിച്ചൊരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ സഹായത്തോടു കൂടി എൻ്റെ കുടുംബത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ കൊട്ടേഷൻ സംഘത്തിൻ്റെ സഹായത്തോടു കൂടി നടപ്പാക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോഴാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഈ പാർട്ടിയിൽ നിന്നാൽ രക്ഷയില്ല, എൻ്റെ കുടുംബത്തെ എന്നെയും വകവരുത്തും, അതിലേക്കുള്ള ഒരു മാർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഇതിൽ നിന്ന് ഒളിച്ചോടി പോവുകയല്ലാതെ മറ്റ് മാർഗമില്ല എന്ന് തീരുമാനിക്കുകയും രാജി സമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിന്, CPMൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ എപ്പോഴും ഉയരുന്ന ഒരു ആരോപണം, ഇതൊരു സവർണ മേധാവിത്വത്തിൻ്റെ കയ്യിലാണ്. പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും ഒപ്പം അതിനകത്ത് ഇപ്പോൾ 2 ഗ്രൂപ്പുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ 2 ഗ്രൂപ്പുകളുടെ നേതൃത്വവും അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. മുമ്പ് ശ്രീ സത്യനേശനും VJ തങ്കപ്പനും ഉൾപ്പെടെയുള്ളവർ ഈ സമുദായത്തിൽ നിന്ന് ഉയർന്നു വരികയും അവർക്ക് ചിലപ്പോഴെങ്കിലും അർഹമായ പ്രാതിനിധ്യം ഒരു പക്ഷേയെങ്കിലും കിട്ടിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. താങ്കളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല? ഇതിൻ്റെ കാര്യത്തിൽ അർഹമായ എല്ലാ പരിഗണനകളിലും പാർട്ടി തന്നിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. എന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്, എന്നെ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആക്കിയിട്ടുണ്ട്, എന്നെ 3 പ്രാവശ്യം അസംബ്ലി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ അവസരം തന്നു, 2 പ്രാവശ്യം MLA ആക്കി. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അത്തരത്തിലുള്ള എല്ലാ അർഹതപ്പെട്ട അംഗീകാരങ്ങളും നൽകി. അപ്പം അതോടൊപ്പം തന്നെ എന്നെ വ്യക്തിപരമായി തകർക്കുന്നതിന് എൻ്റെ സംഘടനയ്ക്കകത്ത് നടത്തിക്കൊണ്ടിരുന്ന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രവർത്തനങ്ങൾ, അത് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനങ്ങൾ, ഇത് പരിഹരിക്കപ്പെടണം, പാർട്ടിക്കകത്ത് തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടണം എന്ന് എൻ്റെ പാർട്ടി നേതൃത്വത്തോട് പറയുകയുണ്ടായി. അപ്പോൾ അത് പരിഹരിക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും ഈ സംസ്ഥാന അംഗത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെട്ടുള്ളത്. ഈ സംസ്ഥാന സമിതി അംഗം എന്ന് അങ്ങ് പറയുമ്പോൾ അത് ശ്രീ ആനാവൂർ നാഗപ്പനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ, താങ്കൾ കഴിഞ്ഞ പ്രാവശ്യം MLA ആയിരുന്ന സ്ഥാനത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് അവിടെ വോട്ട് കുറയാനുള്ള ഒരു പ്രധാന കാരണം താങ്കളോടൊപ്പം നിൽക്കുന്ന ചിലരാണ് എന്നെങ്കിലും പാർട്ടി നേതൃത്വം ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. CPM അതിനോടുള്ള മറുപടി എന്താണ്? അവർ ആക്ഷേപം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, നാഗപ്പനെ തോൽപ്പിക്കാൻ ഉള്ള പ്രവർത്തനം നടത്തിയത് ഞാനാണ്, പാറശാല നിയോജകമണ്ഡലത്തിൻ്റെ തോൽവിക്ക് കാരണം സെൽവരാജാണ് എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയും അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, പാർട്ടി ഘടകങ്ങളിൽ, ജില്ലയുടെ എല്ലാ പാർട്ടി ഘടകങ്ങളിലും എഴുതി വായിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, തുടർന്ന് വന്ന സമ്മേളനങ്ങളിൽ ഇത് അവതരിപ്പിച്ച്, റിപ്പോർട്ടിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഞാനുമായി അടുപ്പമുള്ള, എന്നോടൊപ്പം ഉണ്ടായിരുന്ന നിരവധി സഖാക്കളെ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കുക, തരം താഴ്ത്തുക തുടങ്ങിയുള്ള പ്രക്രിയയും പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഒരു പ്രകടമായ ഭാഗമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാല നിയോജകമണ്ഡലത്തിൻ്റെ തോൽവിയിലൂടെ എന്നെയും എന്നോടൊപ്പം നിൽക്കുന്നവരുടെയും പേരിൽ കെട്ടിച്ചമച്ച് വെച്ചത്. സാധാരണഗതിയിൽ പാർട്ടിക്കകത്ത് ഇത്തരത്തിലൊരു പരാതി വന്നാൽ, ഒരു സ്ഥാനാർത്ഥി തോറ്റതായി പരാതി വന്നാൽ ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ഒരു കമ്മീഷനെ തീരുമാനിക്കും. ആ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഷോക്കാസ് നോട്ടീസ് നൽകി, ആ നോട്ടീസിന് കിട്ടുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനമെടുത്ത് പോവുകയാണ് പതിവ്. ഇതൊന്നും കൂടാതെ ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണ് ചെയ്തത്.
അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഒരു എന്നെ ഒതുക്കുന്നതിന് വേണ്ടി, എന്നെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗം എന്ന് വളരെ വ്യക്തമായി തെളിയിക്കപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സവർണ മേധാവിത്വം കുറച്ച് കൂടുതലാണെന്ന് എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? സവർണ മേധാവിത്വം എന്ന് പറയുന്നതിനേക്കാൾ ജീർണത ബാധിച്ച സാമ്പത്തിക മോഹികളുടെ, ഒരുപിടി സാമ്പത്തിക മോഹികളുടെ നേതൃത്വമാണ് ഈ പാർട്ടി എന്നുള്ളതാണ് സ്പഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ജില്ലാ നേതൃത്വമായാലും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വമായാലും അത്തരം ജീർണത ബാധിച്ച ഒരു കൂട്ടം ആളുകളുടെ ഈ പാർട്ടിയെ ഉപയോഗിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം താല്പര്യക്കാരുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്കൾ രാജിവെച്ച ഉടനെ നടത്തിയ ഒരു പ്രസ്താവനയിൽ താങ്കൾ പറഞ്ഞു, പാർട്ടിയിൽ ജീർണത ബാധിച്ചു, ഒപ്പം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെ, അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളെ അവർ VS പക്ഷക്കാരാണെന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഔദ്യോഗിക പക്ഷം ശ്രമിക്കുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞു. അത് വളരെ പ്രകടമല്ലേ? ഇപ്പോൾ തന്നെ ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ തന്നെ VS നേരെ എടുത്ത സമീപനം, VS PBയിലേക്കുള്ള രംഗപ്രവേശം, അത് തടഞ്ഞുകൊണ്ട് ഈ പാർട്ടി എടുത്ത നടപടി തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? സംസ്ഥാന സമ്മേളനത്തിൽ ഈ സമ്മേളനങ്ങൾ എങ്ങനെ നടത്തപ്പെടണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു മാർഗരേഖ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കി കീഴോട്ട് വന്നിട്ടുണ്ട്. അത് ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ ഒരേപോലെ അത് ബാധകമാണ്. പക്ഷേ ഈ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആക്രമണത്തിൻ്റെ ഒരു സമ്മേളനമായിരുന്നു. VS നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഏറ്റവും അവസാനമായി ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അടക്കം നടത്തുന്നതിനുള്ള ഒരു സമ്മേളനം, ഒരു വേദിയാക്കി ഈ സംസ്ഥാന സമ്മേളന വേദിയെ മാറ്റിയില്ലേ? അപ്പം അത് നിയന്ത്രിക്കുന്നതിനോ അതങ്ങനെ പരാമർശന വിധേയമാകാൻ പാടില്ല എന്ന് തിരുത്തപ്പെടുന്നതിനോ കേന്ദ്ര നേതൃത്വം പോലും തയ്യാറായിട്ടില്ല. ഇതിൽ അതിനെ ചോദ്യം ചെയ്ത സഖാവ് കൃഷ്ണപ്രസാദിനെ പോലുള്ളവർക്ക് നേരെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പരാമർശം വളരെ ധാർഷ്ട്യം നിറഞ്ഞതായിരുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് ഒരു വിഭാഗക്കാരുടെ ഒരു മേധാവിത്വത്തിനെ തെളിയിക്കുന്നത് അത് വ്യക്തമായ തെളിവല്ലേ? ഈ പെട്ടെന്നുള്ള രാജി, സംസ്ഥാന പാർട്ടിയിൽ അടുപ്പമുള്ളവരോട് പോലും ആലോചിക്കാതെ പെട്ടെന്നൊരു ദിവസം രാവിലെ രാജി പ്രഖ്യാപിച്ചത്, അത് രാജി വിവരം പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന ഭീഷണി ഓർത്തിട്ടാണോ? ഭീഷണി മാത്രമല്ല, രാജി പുറത്ത് മറ്റാരോടെങ്കിലും ആലോചിച്ചാൽ അത് നടക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. എനിക്കിതിൽ തുടർന്ന് പോകണമെന്ന് ആഗ്രഹമില്ല. എൻ്റെ ഈ പാർട്ടി, ഞാൻ MLAയും അതുപോലെ തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിരിക്കെ എൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ കുടുംബത്തിന് നേരെ, എനിക്ക് നേരെ ഉണ്ടാകുന്ന ഈ ഭീഷണി, അതിന് സംരക്ഷണം തരാത്ത ഒരവസ്ഥ ഈ പാർട്ടിയിൽ വന്നു ചേരുമ്പോൾ പിന്നെ രാജിയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതിലൊന്ന് ഒളിച്ചോടി പോവുക. രാജിയുടെ സമയത്ത് എപ്പോഴെങ്കിലും UDF നേതാക്കളുമായി ചർച്ച നടത്തുകയോ സംസാരിക്കുകയോ മുഖ്യമന്ത്രി കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയൊക്കെ കാണുന്നതൊക്കെ ഒടുവിലാണ്, രാജിക്ക് ശേഷമാണ്. മണ്ഡലത്തിലേക്ക് കിട്ടിയ ചില MLAയുടെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ ചില ഫണ്ട്, ഗവൺമെൻറ് അനുവദിച്ചിരുന്ന ചില ഫണ്ട്, ഒരു റോഡിനൊക്കെ, അത് വളരെ വിവാദമായിട്ടുണ്ട്. അത് ഇതുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതാണോ? അത് വളരെ ഇതിനെ സംബന്ധിച്ച് യാതൊരു വിവരമില്ലാത്ത ആളുകൾ അത്തരത്തിലൊരു ചിത്രീകരണം നടന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്നെക്കാൾ എത്രയോ മുമ്പേ പോകേണ്ടതാണ് ആരിഫിന് 59 കോടി രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്നും ആദ്യമായി കൊടുത്തത് ഈ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം. അപ്പോൾ അത് എന്തുകൊണ്ട് ഈ LDF നേതാക്കന്മാർ കാണുന്നില്ല? എനിക്ക് വെറും 25 കോടി എന്നുള്ളൂ. അപ്പോൾ ആരിഫിന് 59 കോടി രൂപ എന്തുകൊണ്ട് കൊടുത്തു ഈ ഗവൺമെൻറ്? കോടിയേരി ബാലകൃഷ്ണൻ എന്തുകൊണ്ട് 32 കോടി രൂപ ഈ MLA ഫണ്ട്, അല്ല MLA എന്നുള്ള സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വിനിയോഗിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് കൊടുത്തു? ഇതൊന്നും കഴിഞ്ഞ 5 വർഷക്കാലം കൊടുത്തിരുന്നില്ല. അപ്പോൾ ഉള്ളതുപോലെ കാണാൻ നമ്മൾ തയ്യാറാവണം. വികസന കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം LDF ഗവൺമെൻറ് നടത്തിയതിനേക്കാൾ ഏറെ പുരോഗമനപരമായ പരിപാടികൾ, ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനകീയ ആവശ്യങ്ങൾ വികസന പ്രവർത്തനങ്ങളിലൂടെ നടപ്പാക്കുന്നതിന് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വസ്തുതകളാക്കി കാണാൻ നമ്മൾ തയ്യാറാവണം. വികസനത്തിൻ്റെ കാര്യത്തിൽ UDF സർക്കാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ രാഷ്ട്രീയം കാണുന്നില്ല എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ ഇത്രയും കാശ് 25 കോടി തരില്ലായിരുന്നു. നേരത്തെ നമ്മുടെ ആദരണീയനായ നേതാവ് ശ്രീ സുന്ദരൻ നാടാർ, അദ്ദേഹം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പാലം, വളരെ കാലത്തെ പഴക്കമുള്ളൊരു പാലത്തിൻ്റെ നിർമ്മാണം,
പാഞ്ചിക്കാട്ട് കടവ് പാലം. ആ പാലത്തിന് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ MLA ആയിരുന്നപ്പോൾ കൂടി നിരന്തരമായ ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും കിട്ടാത്തത് ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് നാളുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിന് അംഗീകാരം കിട്ടിയ ടെൻഡർ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ 25 കോടിയിലധികം രൂപ എൻ്റെ നിയോജക മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അനുവദിച്ചു. അതിൽ ഒരു രാഷ്ട്രീയം കണ്ടില്ല. ഞാനൊരു പ്രതിപക്ഷ MLA ആണ്. താങ്കൾ രാജിവെച്ച് പുറത്തു വന്ന സമയത്ത് ആദ്യം പറഞ്ഞത് ജനകീയ വികസന സമിതി എന്നുള്ള ഒരു സ്വതന്ത്ര സംഘടനയുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ്. ഇപ്പോൾ എന്തുകൊണ്ട് UDF അല്ലെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ്? ജനകീയ വികസന സമിതിയുമായി ബന്ധപ്പെട്ട് ആണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ ജനകീയ വികസന സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുന്നതിനും ഈ പ്രദേശത്തിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സാമൂഹ്യമായ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഈ ജനകീയ വികസന സമിതിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രം ആകില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു ദേശീയ നിലവാരത്തിലുള്ള ഒരു പാർട്ടിയുടെ സഹായം അത്യന്താപേക്ഷിതമാണ് എന്ന് ആലോചിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമീപിക്കുന്നതും അദ്ദേഹത്തോട് ഇത്തരം വിഷയങ്ങൾ ആലോചിക്കുന്നതും പറയുന്നതും. അദ്ദേഹം സന്തോഷത്തോടു കൂടി എൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡൻറ്റുമായിട്ട് ഒക്കെ ആലോചിച്ച് എന്നെ കോൺഗ്രസിലേക്ക് പ്രവേശനം നൽകാൻ അവർ തീരുമാനിച്ചതും പ്രവേശനം നൽകിയതുമൊക്കെ. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് നടന്നിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. ഈ 1 വർഷത്തിനിടയിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് ശ്രീ സെൽവരാജിൻ്റെ രാജിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ധാർമ്മികമായി വോട്ട് ചോദിക്കാൻ അവകാശമില്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ വാദം. ഇതിനുള്ള മറുപടി എന്താണ്? ഇടതുപക്ഷത്തിൻ്റെ വാദം അർത്ഥശൂന്യമാണ്. ഈ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM ആണ് ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത്. ജനങ്ങളെ വഞ്ചിക്കുന്നത് ഈ CPM ആണ്. അല്ലാതെ ഞാൻ ജനങ്ങളെയും നാട്ടുകാരെയും ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. CPM ആണ് ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ളത്, ആ ചരിത്രമുള്ളത്. അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. ഞാൻ രാജിവെക്കാനുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട എൻ്റെ നാട്ടുകാരോട്, ഞാൻ വിശ്വസിക്കുന്ന നാട്ടുകാരോട് ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അവർ പൂർണ്ണമായി ഈ CPM-നെയും LDF-നെയും തള്ളിപ്പറയാൻ തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വിചിത്രമായൊരു സംഭവം. അങ്ങനെ അവർ ഈ രാജിക്കുണ്ടായ സംഭവം വളരെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് അവർ എനിക്ക് അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതൊക്കെ UDF-ന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും കോൺഗ്രസുമായി സഹകരിച്ച് നിന്ന ആളുകളെ കൂറുമാറ്റി സ്ഥാനാർത്ഥികളാക്കിയ ചരിത്രം ഇടതുപക്ഷത്തിനുണ്ട്. ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പായിരുന്നാലും ഏറ്റവും അവസാനം അവിടെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോയ അഡ്വക്കേറ്റ് ഡാളിയായിരുന്നാലും ഒക്കെ നമ്മൾ അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ പിന്നെ എന്തുകൊണ്ട് താങ്കളുടെ ഈ സ്ഥാനാർത്ഥിത്വത്തെ ഇത്ര ശക്തമായി LDF കൂറുമാറ്റക്കാരനാണെന്ന് പറഞ്ഞ് എതിർക്കുന്നു? LDF എന്നെ കൂറുമാറ്റക്കാരനാണെന്ന് പറഞ്ഞ് എതിർക്കുന്നതിൽ യാതൊരു യാഥാർത്ഥ്യമില്ല. കാരണം ഈ കൂറുമാറ്റം നടത്തിച്ചുകൊണ്ട് പോകുന്നത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങോട്ട് ഓരോന്നായി എടുത്ത് പരിശോധിച്ചാൽ അത് മനസ്സിലാകും. അല്ല, ഞാനൊരു കൂറുമാറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം എന്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ കൂറുമാറ്റക്കാരനെന്ന് അധിക്ഷേപിച്ചിട്ടും ജനങ്ങൾ എന്നെ വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. പിന്നെ ഈ രാജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെച്ച രാജി ശരിയാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ തെളിയിക്കപ്പെടുന്നതാണ് അവരുടെ ഈ സ്ഥാനാർത്ഥിത്വം. അപ്പോൾ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവരൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുന്നതിന് തന്നെ വളരെ പ്രയാസപ്പെട്ടു. പാർട്ടിക്കകത്ത് സംഘടനാപരമായി വർക്ക് ചെയ്ത് നിൽക്കുന്ന ഒട്ടനവധി ആളുകളുള്ളപ്പോൾ തന്നെ പുറത്ത് നിന്ന് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഒരാളിനെ കടമെടുത്ത് സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു ഗതികേട് പാർട്ടിക്കുണ്ടായി. അതുതന്നെയാണ് ഈ പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂല്യച്യുതിക്കൊക്കെ ഉള്ള കാരണം. അത് എൻ്റെ ഈ രാജി ഏറ്റവും കൂടുതൽ സ്ഥിരീകരിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഏറെക്കാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം പ്രവർത്തിക്കുകയും ഇവിടെ ഒരുപക്ഷെ കോൺഗ്രസിനെതിരെ നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്ത താങ്കൾക്ക് ഏറ്റവും അവസാനം പാർട്ടിയിലുണ്ടായ തിക്താനുഭവങ്ങൾക്ക് അഭയം നൽകിയത് കോൺഗ്രസ്സാണ്. താങ്കൾ മനസ്സുകൊണ്ട് എത്രത്തോളം കോൺഗ്രസ്സുകാരനായി മാറിക്കഴിഞ്ഞപ്പോൾ? എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരോട്, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നവരോട് പരസ്പര ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും
എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകമായി കോൺഗ്രസിനോടൊരു വിരോധമോ ഒരു പ്രത്യേകമായൊരു സ്നേഹമോ ഒന്നും കഴിഞ്ഞ കാലങ്ങളിലില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഈ MLA ആയി വന്നപ്പോഴും ഉള്ളത്. അപ്പോൾ അവരോടൊക്കെ സഹകരിക്കുന്നതിനും അതുപോലെ തന്നെ അവരുമായി സഹകരിച്ച് യോജിച്ച് പ്രവർത്തിക്കുന്നതിനും എനിക്ക് മാനസികമായി യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് വസ്തുത. താങ്കളുടെ സ്ഥാനാർത്ഥിത്വം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് സെൽവരാജിനെ വീണ്ടും വിജയിപ്പിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്? അതിൻ്റെ റീസൺസ്, അതിൻ്റെ കാരണങ്ങൾ. ഞാനിപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എന്നിൽ അർപ്പിച്ച വിശ്വാസം, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി നടപ്പാക്കുന്നതിന് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ മുമ്പിൽ തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം എന്നവരോട് അഭ്യർത്ഥിക്കുന്നത്. കാരണം ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവ മുൻനിർത്തി അവ പൂർണ്ണമായി നടപ്പാക്കുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ, ഉദാഹരണങ്ങളാണ് ഈ നേരത്തെ നടപ്പാക്കി എന്ന് പറയപ്പെടുന്ന കുറേ വികസന പ്രവർത്തനങ്ങൾ. അത് പൂഴിക്കുന്നിലൊരു സബ്സ്റ്റേഷൻ, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു സബ് എഞ്ചിനീയർ ഓഫീസ് കഴിഞ്ഞ LDFൻ്റെ ഭരണകാലത്ത് ഞാൻ MLA ആയിരുന്നപ്പോൾ 5 വർഷക്കാലം നിരന്തരമായി വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ട്, അതുപോലെ തന്നെ 2 പഞ്ചായത്തുകൾ, കുളത്തൂർ പഞ്ചായത്തും ചെങ്കൽ പഞ്ചായത്തും, അവർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ട്, അതുപോലെ തന്നെ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ട് മന്ത്രിയെ കണ്ട് പറഞ്ഞിട്ട് ആ സ്റ്റേഷൻ അനുവദിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവിടെ ഒരു സബ് എഞ്ചിനീയർ ഓഫീസ് അനുവദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഓലത്താനിയിൽ ഈ പെരുമ്പഴുത്തൂർ PHCയുടെ ഒരു പഴകിയ കെട്ടിടങ്ങളുള്ളത്, അവിടെ ഒരു പുതിയ മന്ദിരം ഇപ്പോൾ അനുവദിച്ചതിൻ്റെ തറക്കല്ലൊക്കെ ഇട്ടു. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര ഗവൺമെൻറ് പോളിടെക്നിക് പുതിയ മന്ദിരം, അതുപോലെ തന്നെ പഴയ തുരുമ്പിച്ച നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ അതിനെ മാറ്റി ഒരു പോലീസ് ഓഫീസ് കോംപ്ലക്സ്, DSPയുടെയും സർക്കിൾ ഇൻസ്പെക്ടറുടെയും സബ് ഇൻസ്പെക്ടറുടെയും ഒരു ഓഫീസ്, കൂടാതെ 21 പോലീസ് ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിന് പുതിയ മന്ദിരം, അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാഞ്ചിക്കാട്ട് കടവ് പാലം. പിന്നെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ അംഗീകാരം കിട്ടാൻ പോകുന്നത് ഈ നെയ്യാറ്റിൻകര പട്ടണ പ്രദേശവും അതുപോലെ തന്നെ ഇരുമ്പിൽ പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന കന്നിപ്പുറം പാലം. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ASനുള്ള പേപ്പറെല്ലാം മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൻ്റെ ജനങ്ങൾക്ക് പ്രധാനമായി ആവശ്യപ്പെടുന്ന ജനകീയ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ മെട്രോ ട്രെയിൻ, ഇവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന യാത്രാക്ലേശമാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ 2.5 മണിക്കൂർ 3 മണിക്കൂർ വരെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ബാലരാമപുരം വരെ നിർത്തിയിരുന്ന മോണോ റെയിൽ നെയ്യാറ്റിൻകര വരെ ദീർഘിപ്പിച്ചു. അത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിച്ച് ആ ബാലരാമപുരം നിന്ന് നെയ്യാറ്റിൻകര വരെ നീട്ടി. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ ഈ 4 വരി പാതയാക്കുന്നതിന്, ദേശീയപാത 4 വരി പാതയാക്കുന്നതിന് ഇപ്പോൾ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി 25 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, ജനങ്ങളോടുള്ള താല്പര്യം, ജനങ്ങളോടുള്ള കടപ്പാട്, അങ്ങനെ ഒരു വീക്ഷണത്തോടു കൂടിയുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുവാൻ ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം എന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് പറയുന്നു, ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഏറെക്കാലം CPMനോടൊപ്പം ഇടതുപക്ഷത്തിനോടൊപ്പം പ്രവർത്തിച്ച താങ്കൾക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും അവരെടുക്കുന്ന സ്ട്രാറ്റജീസ്, അടവ് നയങ്ങൾ, മറ്റ് മാർഗങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായി അറിയുന്ന ഒരു നേതാവ് കൂടിയാണ്. ആ അറിവ് ഈ തെരഞ്ഞെടുപ്പിന് ഒരു പേടിയായി മാറുന്നുണ്ടോ അതോ അതൊരു ഗുണമായി മാറുമോ? തെരഞ്ഞെടുപ്പിൽ എനിക്ക് യാതൊരു ഭയവുമില്ല. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന്, ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് എനിക്ക് നിർഭയം ജനങ്ങളോട് ഇടപഴകി മുന്നോട്ട് പോകുന്നതിന് വളരെ സന്തോഷമുണ്ട്. അവരുമായി സഹകരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു ഭയവും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല. സാമുദായിക സംഘടനകൾ വളരെ കൂടുതലായി ഈ ഉപതെരഞ്ഞെടുപ്പിൽ അഭിപ്രായങ്ങൾ ധാരാളം പറയുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു കാര്യത്തെ? ഈ സാമുദായിക സംഘടനകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാ മുന്നണികളെയും പിന്തുണച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സഹായങ്ങൾ കൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുടെയും എല്ലാ സാമുദായിക സംഘടനകളിൽ വിശ്വസിക്കുന്നവരുടെയും മതസംഘടനകളിൽ വിശ്വസിക്കുന്നവരുടെയും എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ മുന്നണികളിലും വിജയിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിജയിച്ചിട്ടുള്ളതും ഇവരുടെയൊക്കെ സഹായങ്ങൾ കൊണ്ട് തന്നെയാണ്. എല്ലാ വിഭാഗം ആളുകളുടെയും സഹായം രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത നമുക്കൊരിക്കലും മറക്കാനാവില്ല.
വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് നെയ്യാറ്റിൻകരയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. BJP രംഗത്തിറക്കിയിരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ ശ്രീ ഒ രാജഗോപാലിനെയാണ്. തീർച്ചയായും CPM-ൽ നിന്ന് രാജിവെച്ച് വന്ന ആളെന്നുള്ള നിലയ്ക്ക് താങ്കളെ തോൽപ്പിക്കാൻ ഏത് നയവും എടുക്കാൻ CPM-ഉം തയ്യാറാവും. ലോറൻസിനെ രംഗത്തിറക്കിയിരിക്കുന്നു. ഇതൊരു ത്രികോണ മത്സരമായി മാറുമോ അതോ CPM-ഉം UDF-ഉം തമ്മിൽ അല്ലെങ്കിൽ LDF-ഉം UDF-ഉം തമ്മിലൊരു നേരിട്ട് മത്സരമായി മാറുമോ? ഇത് ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതില്ല. കാരണം നെയ്യാറ്റിൻകരയുടെ ജനത, നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൻ്റെ ജനത വളരെയേറെ പ്രബുദ്ധരാണ്. നെയ്യാറ്റിൻകരയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തി പറയുവാൻ ഉള്ള ചങ്കൂറ്റവും കരുത്തും നെയ്യാറ്റിൻകരയിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ചിന്താഗതി BJPക്ക് അനുകൂലമായി തിരിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാം ഘട്ട പ്രചരണം കഴിഞ്ഞു വരുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? ആത്മവിശ്വാസം ദിവസം ചെല്ലുന്തോറും കരുത്ത് കൂടിക്കൊണ്ടുവരികയാണ്. കൂടുതൽ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. എന്തായിരുന്നാലും UDF സർക്കാരിന് വീണ്ടും ഒരു കൈത്താങ്ങാകാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് UDF-നെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്താൻ താങ്കൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ചൂടുപിടിക്കുന്ന വേളയിൽ വീണ്ടും ഒരിക്കൽ കൂടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ശരി.